സ്വാഗതം. ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. എന്നാണ് വീഡിയോ നിങ്ങൾക്ക് അറിയണ്ടേ? ഓണം വെക്കേഷൻ വരാൻ പോവാണ്. നാളത്തെ മുതലാണ് ഓണം വെക്കേഷൻ. നാളെയാണ് ഞങ്ങളുടെ സ്കൂളിലെ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ നാളത്തെ കഴിഞ്ഞ് വെക്കേഷന് ഞങ്ങളുടെ ചേട്ടായി ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ NCC ഉണ്ട്. അപ്പോൾ അതിന് ക്യാമ്പിന് പോകുന്ന കാര്യം ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ നാളെയാണ് പോകുന്നത് അല്ലേ? നാളെയാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്, പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് കൊണ്ടുപോകാൻ. നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകണ്ട്. അതിന് ഇത്രയും വലിയൊരു പെട്ടിയാണ് കേസ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. നമുക്ക് നല്ല സ്പേസ് ഉള്ള ഇത്രയും പിന്നെ കേസ് ഒരു ബാഗും കൂടെയാണ്. സ്കൂളിൽ കൊണ്ടുവന്ന വലിയ ബാഗാണ് കേട്ടോ. അതും കൂടെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പോകുന്ന സമയത്ത് തന്നെ ചേട്ടായിക്ക് പാക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ്. 10 ദിവസം ഉണ്ട് ഗൈസ് ക്യാമ്പ്. അപ്പൊ അതിന് ഗൈസ് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മുഴുവനും കൊണ്ടുപോകേണ്ടതാണ് ഗൈസ്. 10 ദിവസത്തേക്കാണ്. 2 പേനയും കൂടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഗൈസ്. NCCക്കാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് എടുത്തതെന്ന് ഒരു ബക്കറ്റ്, ഒരു വലിയ ബക്കറ്റായിരുന്നു, പക്ഷെ നമ്മൾ കുഞ്ഞു ബക്കറ്റാണ് എടുത്തത്. ലൈറ്റ് തുറന്ന് ഒരു ചെറിയൊരു ടോർച്ച് ഉണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ചേട്ടായുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അനിമി ക്യാരക്ടറിന്റെ ഒരു ബനിയൻ വാങ്ങിയിട്ടുണ്ട്. ഗോജോ. യെസ്, ഗോജോ എന്നാണ് പേര് അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുവാണെന്നാണ് ചേട്ടൻ പറയുന്നത്. എനിക്കിഷ്ടം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ ഈ വലിയൊരു ട്രോളി ബാഗ് ഇതിന്റെ സൈഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു, നമ്മൾ തയ്ച്ചു. നമ്മള് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ബാഗ്. ഇത് 2 ഇതില് 2 വേണം, തികയോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇതിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മള് ഈ തുണിയൊക്കെ അലക്കിയിട്ടാലും അടിച്ചുകൊണ്ട് പോകാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പൊ എന്തായാലും അലക്കാൻ സാധ്യത കുറവാണ്. എന്തായാലും നമ്മള് ഇതൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മള് ചെറിയ 5 ലിറ്ററിന്റെ ഇത് കൊള്ളു, ഇതില് സെറ്റ് ആവുമായിരിക്കും. ഇത് എന്തായാലും ഇതും പിന്നെ ഒരു ചെറിയൊരു കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടോർച്ച്. അവിടെ എന്താ ടീച്ചർ അങ്ങനെയായിരിക്കും, നൈറ്റ് ഡ്യൂട്ടി സംഭവമായിരിക്കും. അപ്പം ടീച്ചർ പറഞ്ഞു ഒരു ചെറിയൊരു ടോർച്ച് മേടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഒരു ഇതിന്റെ ചാർജറാണ്, മൊബൈൽ ചാർജറാണ്. അവിടെ ചാർജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്തായാലും 10 ദിവസത്തേക്ക് ഇത് മതിയായിരിക്കും. പിന്നെ ചേട്ടായിയുടെ യോഗയ്ക്കുള്ള സാധനമാണ് നമ്മുടെ ഈ വലിയ ടവല്. അപ്പൊ ഗൈസ് നമ്മുടെ ചേട്ടായിക്കുള്ള യോഗയുടെ മാറ്റാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മാറ്റ് തന്നെ. അപ്പൊ ഗൈസ് നമ്മള് യോഗയ്ക്കാട്ടോ എന്തോ യോഗ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മള് ഒരു ഇന്നർ ബനിയൻ, ഇന്നർ ഡ്രസ്സ്, പിന്നെ നമ്മുടെ ഈ നിക്കറൊന്നും പറ്റില്ല എന്നാട്ടോ പറഞ്ഞേക്കുന്നത് അവിടെ. അതുകൊണ്ട് നമ്മളൊരു ഈ വീട്ടിലിരുന്നേക്കൂട്ടുള്ള സ്പോർട്സ് പാൻ്റ് ഒക്കെ കുറച്ച് മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ബാൻഡേജ്, ചീപ്പ്, പിന്നെ നഖം വെട്ടി, പിന്നെ നമ്മുടെ വിക്സ്, സോപ്പ്, പിന്നെ വായുഗുളിക, അങ്ങനെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നല്ല കറുത്ത സോക്സ് മേടിച്ചു തന്നിട്ടുണ്ട് 10 ദിവസത്തെ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം ട്രാക്ക് സൂട്ട് ഏകദേശം ഒരു 3 കേട്ടോ. ബ്രഷ് അല്ലേ അത്, നീ കൊണ്ടേ വെച്ച്. നമ്മളൊരു 3 ജോഡി എന്റെയും ഉണ്ട്. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് കഴിഞ്ഞ വർഷമൊക്കെ NCCക്ക് പോയവരുടെ കയ്യിൽ നിന്ന് ഇത്രയും ട്രാക്ക് സൂട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ വേണ്ട ഇത്രയും യൂണിഫോം, അതായത് ഒരു 1 2 3 ജോഡി ഇത് മേടിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു നോട്ട്ബുക്കും. അപ്പൊ ഗൈസ് നമ്മള് പിന്നെ നാഷണൽ കേഡറ്റ് കോട്ടയം ഗ്രൂപ്പ് നമ്മള് ഇതൊരു ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം തന്നാണ്, പൊടി പിടിച്ച് കിടപ്പുണ്ട്. അതും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗൈസ് ഞാൻ സൂത്രം കാണിച്ചുതരാം. എന്റെ ചേട്ടായിക്ക് കൊണ്ടുവന്ന പെട്ടിക്കകത്ത് ആരാ കയറി ഇരിക്കുന്നതെന്നൊക്കെ ഇറങ്ങി വാ. സോക്സ് എടുത്തോണ്ട്. പിന്നെ നമ്മൾ നല്ല അത് അവൻ കാണാതിരിക്കാൻ വേണ്ടി സോക്സ് കണ്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ സോക്സ്. പിന്നെ ഗൈസ് നമുക്കൊരു തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ തേക്കാൻ ഒരു വിക്സ് ഉണ്ട്. പിന്നെ എന്റെ കോൾഗേറ്റ് ആണെന്ന് തോന്നുന്നു, ഒരു പേസ്റ്റ്. അപ്പൊ ഗൈസ് നമുക്ക് പിന്നെ നമ്മളൊരു ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. നെയിൽ കട്ടർ വെട്ടണം. മുടിയൊക്കെ വെട്ടിയാ പോകുന്നേ, പക്ഷെ അവിടെ ചെല്ലുമ്പോ. അപ്പൊ ഗൈസ് ഇനി ഈ ബനിയനെല്ലാം കൂടെ മടക്കിക്കോട്ടെ അതിനകത്തേക്ക് കയറ്റി വെക്കണം. യെസ്, തേക്കണം. ഈ
നല്ല അടുക്കി പെറുക്കിയൊക്കെ വരും കേട്ടോ. വലിയ ഭാഗമാണ്. തിരിച്ചു വരുമ്പോ ഇതൊക്കെ കൊളാക്കി ഇട്ടിട്ടാ വരുന്നത്. ഞാൻ പറയട്ടെ ഗൈസ്, ഇന്ന് ഓണം ഉണ്ട്. ഞാൻ എന്റെ അല്ല നാളെ ഓണം ഉണ്ട്. സൺഡേ സൺഡേ ഓണം ഉണ്ട്. അപ്പൊ സ്കൂളില് വടംവലിയൊക്കെ ഉണ്ട്. നാളെ വാഴയിലേക്ക് നാളെയാണ് സ്കൂളില്. എന്താണ് സ്കൂളിലത്തേണമെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ അന്നേരം വടംവലിയൊക്കെ. എന്റെ മുണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പിന്നെ കാണിക്കാട്ടോ. ഞാൻ പട്ടുപാടയാണ് എന്തായാലും ഇട്ടോളേ. നമുക്ക് ഇതൊക്കെ ഒന്ന് തേക്കണം. അപ്പൊ ഗൈസ്, നമ്മുടെ ചേട്ടായിയുടെ മുടി എങ്ങനെയാ വെട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ, അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ മുടി വെട്ടിയിട്ടുണ്ട്. മുടി ആദ്യം ഞാനൊന്ന് ഫെയ്ഡ് എടുത്ത് മൊത്തം സൈഡ് മൊത്തം എടുത്തു. പിന്നെ ആദ്യമേ നമ്മൾ ഫ്രണ്ടിലെല്ലാം കുറെ മുടി നിർത്തിയിരുന്നു. ഞാൻ മിനിങ്ങാതെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മുടി മൊത്തം എടുത്തായിരുന്നു. പിന്നെ ഇന്നിപ്പം ചേട്ടന്മാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുന്ന എടുക്കണ്ടത്തിച്ച് ഇതൊക്കെ ആ മുടി പിടിച്ച സീനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം അച്ഛനെ കൊണ്ട് ശകലവും കൂടെ നീളം കുറപ്പിച്ചിട്ടുണ്ട്. ഇനി പതിപ്പിച്ചെന്ന് വെച്ചാൽ കണ്ടുപിടിക്കില്ലായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം. നമുക്കിനി ബാക്കിയും കൂടെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഗൈസ് അതായത് തേച്ച് മടുത്തു. അപ്പൊ ഞാൻ ഒരു 2 ടവലൊക്കെ തീക്കുണ്ടോ. ഞാനിവിടെ സെറ്റിന്റെ പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഷൂ പോളിഷ് ചെയ്യണം. മുഴുവൻ തുടച്ചു. ഇനി ഇത് ഷൂ പോളിഷ് ചെയ്യണം. പിന്നെ PT ഷൂ വാല് പറിക്കൽ കേട്ടോ നാളെ. അപ്പൊ ഗൈസ് നമ്മളെല്ലാ സാധനങ്ങളും തിക്കി കൂട്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര വെയിറ്റ് ആണോ. നമുക്ക് ലോക്കൊക്കെ ഉണ്ട്. ഭയങ്കര യൂണിവേഴ്സൽ ലോക്കൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് പേര് എഴുതാനുള്ള സംഭവമുണ്ട്. ഭയങ്കര പാടാണ് നോക്കിക്കൊണ്ട്. ഞാൻ ആദ്യം ഇതിന്റെ വെയിറ്റ് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഇത് ഈസി ആയിരിക്കുന്നു. പക്ഷെ ഇത് ഭയങ്കര പാടാണ്. പിന്നെ നമുക്കൊരു ബാഗ് ഫുള്ളായിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ ഗൈസ് പാക്കിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞു. ഭയങ്കര രാത്രിയാണ്. നമ്മൾ കിടക്കുവാണ്. നാളെ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ പിന്നെ